തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനായുള്ള തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നാരോപിച്ചുള്ള കുടുംബത്തിന്റെ പ്രതിഷേധം അവസാനിപ്പിച്ചു. മന്ത്രി സി.പി. ജോണുമായി അല്പസമയത്തിനകം ചർച്ച നടത്തും. മുതലപ്പൊഴിയിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചായിരുന്നു കുടുംബം പ്രതിഷേധിച്ചിരുന്നത്. കടല് പ്രക്ഷുബ്ധമായതുകൊണ്ട് അവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂബ ഡൈവിങ് കടലിലേക്ക് പരിശോധനയ്ക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സീറോ ഓഫാണ്. അതുകൊണ്ടാണ് പറ്റാത്തത്. എപ്പോഴും കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കും. പോലീസിന്റെയും അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ മെഷീനറികളും എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റീവായിട്ടുണ്ട്. കടലിലോട്ട് ഓൾറെഡി നമ്മുടെ കോസ്റ്റൽ പോലീസിന്റെ ഈ ഭാഗത്താണ് സെർച്ച് നടത്തുന്നത്. അഞ്ച് പൂത്ര ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ വിഴിഞ്ഞം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉൾക്കടലിലൊക്കെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സെർച്ച് നടക്കുന്നുണ്ട്. പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചത്? ഇപ്പോൾ മന്ത്രി സി.പി. ജോണുമായുള്ള ചർച്ചയാണോ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കാരണം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വിഴിഞ്ഞം മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ മാസം 31-ാം തീയതി പുറപ്പെട്ട 2 മത്സ്യബന്ധന ബോട്ടുകൾ മറിഞ്ഞാണ് 4 മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കരക്കണിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. മറ്റ് 2 പേർക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഷിജിന്റെ കുടുംബാംഗങ്ങൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മന്ത്രി സി.പി. ജോണുമായി കൂടിക്കാഴ്ച നടത്തി ഇതിനൊരു വഴി കണ്ടെത്താമെന്ന ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ അവർ അവിടെ നിന്ന് പ്രതിഷേധം അവസാനിപ്പിച്ച് പോയിരിക്കുന്നത്. കൃത്യം 5 മണിക്ക് മന്ത്രിസിന്റെ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ അടക്കം ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. കാണാതായ നാൾ മുതൽ കാര്യക്ഷമമായ തിരച്ചിലുകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. അന്ന് തന്നെ ഇത്തരത്തിൽ കുടുംബങ്ങൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തെങ്കിലും അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി ഇത്തരത്തിൽ തിരച്ചിൽ നടത്താമെന്ന് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ ഇവർ തയ്യാറായിരുന്നില്ല. കാരണം കടൽ ക്ഷുഭിതമായി ഇരിക്കുകയാണ്. ഉയർന്ന തിരമാലകളും ശക്തമായ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിലിനെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘത്തിനടക്കം ഇറങ്ങി പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഈ വാദങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ കോസ്റ്റൽ പോലീസും അറിയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ 8 ദിവസമായി മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് അവരുടെ മൃതദേഹങ്ങൾ പോലും ഇപ്പോൾ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായ അംഗത്തെ എത്രയും വേഗം കണ്ടെത്തണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയത്. എന്തായാലും മന്ത്രി സി.പി. ജോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ബാക്കിയുള്ള നടപടികളിലേക്ക് കുടുംബം കടക്കുക. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി സി.പി. ജോണുമായി അല്പസമയത്തിന് ശേഷം ചർച്ച നടത്തും. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്.